ഔസുബില്ലാഹിമിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മുടെ സൂറത്തുൽ ഇൻസാനിലെ 29ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഔസുബില്ലാഹിമിനശ്ശൈത്വാനിർ റജീം ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ ഇത്തഖദ ഇലാ റബ്ബിഹി സബീല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന എന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ടാണ്. ഹാദി എന്നല്ലെങ്കിൽ ഹാദ ഹാദി എന്ന് പറയുന്നത് ഇസ്മുൽ ഇഷാറ എന്ന് പറയുന്നത് പോയിൻറ്റിങ് നൗൺസ്. ഹാദ എന്നല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മാസ്കുലിൻ ആയിട്ടുള്ളത് പുല്ലിംഗം സ്ത്രീലിംഗം എന്നല്ല മലയാളത്തിൽ പറയല്. ഞാൻ കന്നഡ മീഡിയത്തിലാണ് ചെറുപ്പത്തിൽ പഠിച്ചത്, അപ്പോൾ എനിക്ക് ഉറപ്പില്ല പുല്ലിംഗ സ്ത്രീലിംഗം എന്നാണ് കന്നഡത്തിൽ പറയുന്നത്. ഹാദിഹി എന്നല്ലെങ്കിൽ ഫെമിനിനാണ്, സ്ത്രീലിംഗം. തദ്കിറ എന്നല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ദിക്കർ അത് ഇതാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ റിമൈൻഡ് ആക്കുന്നതെന്ന്. അപ്പോൾ ഇബ്നു കസീർ പറയുന്നത് ഇത് ഈ സൂറത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൂറത്തിൽ മനുഷ്യൻ്റെ തുടക്കവും അവൻ പ്രസ്താവ്യ യോഗ്യനല്ലാത്തൊരു സാഹചര്യം, ഒരു കാലഘട്ടം അവന് കടന്നു പോയിട്ടുണ്ട്. ഒരു മനുഷ്യന് എൻ്റെ ഒരു സംഭവം അല്ലാത്ത ഒരു സാഹചര്യം ഈ മനുഷ്യന് കടന്നു പോയിട്ടുണ്ട്. അതിലൂടെയൊക്കെയാണ് വന്നത്, ഞാനാണ് അവനെ സൃഷ്ടിച്ചത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ കുറച്ച് ആയത്തുകളിൽ പറയുന്നുണ്ട്, ഇന്ന ഹദൈനാവ്, തീർച്ചയായിട്ടും ഞാനാണ് അവനെ ഹിദായത്തിലേക്ക് ഹുദയിലേക്ക് അവനെ ഞാൻ കാണിച്ചു കൊടുത്തത്. ഇന്ന ഹദൈനാവ് സബീൽ, എന്ത് കാണിച്ചു കൊടുത്ത്? അവനെ ഒരു സബീൽ, ഒരു മാർഗത്തിലേക്ക് അവനെ ഞാൻ ഗൈഡ് ചെയ്ത് കൊണ്ടുവന്നു. ഇമ്മ ഷാക്കിറോ ഇമ്മ കഫൂർ, അവന് നന്ദിയുള്ളവനും ആവാം നന്ദി കെട്ടവനും ആവാന്ന്. അവിടെ ഒരു ചോയ്സ് ഉണ്ട്. അതാ മൂന്നാമത്തെ ആയത്തല്ലത്, മൂന്നാമത്തെ ആയത്ത്. ഇതിപ്പോൾ 29ാമത്തെ ആയത്തിലാണ് പറയുന്നത് ഇന്ന ഹാദി. അതിനുശേഷം സ്വർഗത്തിനെ കുറിച്ച്, നരകത്തിൻ്റെ കുറച്ച് ചെറിയൊരു കുറ്റവാളികൾക്കുള്ള ഒരു ശിക്ഷനെ കുറിച്ച് ഒരു ആയത്ത് പറഞ്ഞ് പിന്നെ മൊത്തം സ്വർഗത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അങ്ങനെ വന്ന് പിന്നെ അവസാനം ഖുർആൻ ഇറക്കിയത് ഞാനാണെന്ന് പറഞ്ഞു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സബർ എടുക്കാനും നിസ്കരിക്കാനും ദിക്ർ ചെയ്യാനൊക്കെ ഓർമ്മിപ്പിച്ചതിന് ശേഷം ഇതാ ഇപ്പോൾ പറയുന്നു, ഇതൊക്കെ ഇന്ന ഹാദി തദ്കിറ, ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഫമൻ ഷാ എന്നല്ലെങ്കിൽ ഉദ്ദേശിക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു ചോയ്സ് ഉണ്ട്. ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത്തഹദ ഇലാ റബ്ബിഹി സബീല, അവൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക്, അവൻ്റെ റബ്ബിലേക്കുള്ള ഒരു സബീലിനെ അവൻ ചൂസ് ചെയ്യട്ടെ. അവൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായതും വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്ന ആ മാർഗം, അതാണ് സബീലായ മാർഗം, അതാണ് സിറാത്തുൽ മുസ്തഖീം. അപ്പോൾ ചോയ്സ് ഉണ്ട്. ഇത് മനുഷ്യൻ്റെ ഉള്ളിലും പുറത്തും ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ സൃഷ്ടിച്ച് വെച്ചുകൊണ്ട് അവനൊരു സബീല് കാണിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, ഇതാ ഉദ്ദേശിക്കുന്നവർക്ക് ഇതാ നിങ്ങൾക്ക് നേരായ മാർഗം തിരഞ്ഞെടുക്കാം. പക്ഷേ ചോയ്സ് ഉണ്ട്, ഫോഴ്സില്ല, ചോയ്സ് ഉണ്ട്. ഈ ദിനാവിൽ ഫോഴ്സില്ല. പക്ഷെ അടുത്ത ദിനാവിലേക്ക് പോകുമ്പോൾ മരിക്കുന്നതിന് മുമ്പ് മുസ്ലിമായിക്കൊണ്ട് മരിച്ചില്ല എങ്കിൽ കാര്യം കട്ടപ്പൊക്കെയാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റട്ടെ. ഇവിടെ ഫ്രീ വില്ലാണ് നമുക്കുള്ളത്. നേരും തെറ്റും ശരിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഫിത്രയിലൂടെയും നമ്മുടെ നഫ്സിലൂടെയും നമ്മുടെ ശരീരത്തിലൂടെയും നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തിലൂടെയും നമുക്ക് കാണിച്ചു തരും എന്താണ് ഹക്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ചൂസ് ചെയ്യാൻ സെലക്ട് ചൂസ് ചെയ്യാനുള്ള ചോയ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടു തന്നു. കാരണം അവിടെ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ടെസ്റ്റ്. ഇപ്പം മലക്കുകൾക്ക് ആ ടെസ്റ്റില്ല. മലക്കുകളോടൊരു കാര്യം പറയുന്നു, മലക്കൾ അനുസരിക്കുന്നു, അവിടെ ഒരു ഇതില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യനോടൊരു കാര്യം പറയുന്നു, പക്ഷെ അവന് അത് ചെയ്യാനുള്ള ഇതില്ല. എന്ത് ചെയ്തില്ലെങ്കിൽ അവൻ ഇതിനാവിൽ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ 5 വക്ത് നിസ്കരിക്കണമെന്ന് പറയുന്നുണ്ട്. ദൂറിൻ്റെ സമയമായി, ദൂറ് ബാങ്ക് കൊടുത്തു. ചിലർ നിസ്കരിക്കും, ചിലർ ബാങ്ക് കൊടുത്തിട്ടും അസറിൻ്റെ സമയമായിട്ടും അസർ കഴിഞ്ഞിട്ടും ദൂറ് നിസ്കരിച്ചിട്ടില്ല. ആ സമയത്ത് ആകാശത്ത് നിന്നെങ്കിൽ തീമഴ വന്നിട്ട് അവനെ ഇത് കത്തിക്കരിയുന്നൊന്നുമില്ല, അതില്ല. മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പോൾ അവിടെ കാണിച്ചു കൊടുക്കും, പറഞ്ഞു കൊടുക്കും, ഇതാണ് ശരി, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ് അള്ളാഹുവിനെ അടിമപ്പെട്ട് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കേണ്ടതെന്ന്. പക്ഷേ അത് ആ വഴി തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് അതില്ല. മനസ്സിലായ? അതാണ് ടെസ്റ്റ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തവ്വാബാണ്, ഗഫൂറാണ്, റഹീമാണ്, റഹ്മാനാണ്. ഏത് സമയത്തും നമുക്ക് തിരിച്ചു പോകാം. അവസാന നിമിഷം മലക്കുൽ മൗത്ത് വന്ന് റൂനെ പിടിക്കുന്നവരെ നമുക്ക് സമയമുണ്ട് പശ്ചാത്തപിച്ച് തിരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ വഴി തിരഞ്ഞെടുക്കുന്ന, ഇഷ്ടപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം ആക്കി തീർക്കട്ടെ. നമ്മുടെ ഉള്ളിലും
പുറത്തും അള്ളാഹു സുബ്ഹാനഹു സൃഷ്ടിച്ച് വെച്ച ദൃഷ്ടാന്തങ്ങളിൽ മനസ്സിലാവുകയും നമ്മുടെ അകക്കണ്ണ് തുറക്കുകയും അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുകയും അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആക്കി തീർക്കട്ടെ. വഴി തെറ്റി പോകുന്നവരെ ഒരിക്കൽ ഹിദായത്ത് കിട്ടിയതിന് ശേഷം ഹിദായത്തിൻ്റെ ഫോൾഡറിൽ നിന്ന് തെന്നി മാറിപ്പോകുന്നതിന് തൊട്ടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരും നമ്മളെ മക്കൾ നമ്മളെ കുടുംബക്കാരൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.